തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾ തള്ളി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പൂരം കലക്കാൻ ഗൂഢാലോചന നടന്നതായ ആക്ഷേപം. സംഭവത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. പൂരം അലങ്കോലമാക്കിയതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് സുനിൽകുമാർ. ഡെങ്കിപ്പനി കേസുകളിൽ വൻ വർധന. സ്വയം ചികിത്സ പാടില്ല, ജാഗ്രത വേണമെന്ന് ആരോഗ്യ വിഭാഗം. ജനവാസ മേഖലകളിൽ വന്യജീവി ശല്യമേറുന്നു. കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ഫലപ്രദമായ മാർഗങ്ങളില്ല. വാഹനങ്ങളിൽ തീവ്രതയേറിയ ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള അപകടമേറുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരത്തിനിടയിലെ പോലീസ് നടപടികളെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ADGP MR അജിത് കുമാർ DGPക്ക് സമർപ്പിച്ചു. തൃശൂർ പൂരം കലക്കിയതിൽ ബാഹ്യ ഇടപെടലില്ലെന്നാണ് അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ളതെന്നാണ് വിവരം. ബോധപൂർവമായ ഗൂഢാലോചനയോ അട്ടിമറിയോ ഇല്ലെന്നും എന്നാൽ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന് പൂരം ഏകോപനത്തിൽ വീഴ്ച ഉണ്ടായെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അനുനയിപ്പിക്കുന്നതിലും പരിചയക്കുറവും വീഴ്ചയായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് ADGP MR അജിത് കുമാർ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഒരാഴ്ചയ്ക്കകം നൽകാൻ നിർദ്ദേശിച്ചിരുന്ന റിപ്പോർട്ടാണ് 5 മാസത്തിന് ശേഷം കൈമാറിയത്. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിലെ അന്വേഷണ റിപ്പോർട്ടുകൾ തള്ളി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പൂരം കലക്കാൻ ഗൂഢാലോചന നടന്നതായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ പറഞ്ഞു. തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങളിൽ മുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായി ഗിരീഷ് കുമാർ പറഞ്ഞു. പൂരം ആരും കലക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞു. എനിക്കത് കിട്ടിയിട്ടില്ല, ഞാനത് കണ്ടിട്ടുമില്ല. പക്ഷേ ദേവസ്വങ്ങൾ ഈ പൂരം ഇത്രയ്ക്കധികം അനുഭവിച്ച വേദനകൾ ഒന്നും കേൾക്കാതെ അത് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന രീതി ശരിയല്ല. ഇതിൽ ദേവസ്വത്തിനുണ്ടായ ദുഃഖം എന്താണ് എന്ന് വളരെ വിശദമായി ADGPക്ക് നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ADGP തന്നെ പറയണു അവിടെ ഒന്നും നടന്നിട്ടില്ല. ഒരു കൺസേൺഡ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ അത് ആ കുറ്റം ചുമത്തി അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് കണ്ടത്. അതൊരു തെറ്റാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇതിങ്ങനെ തന്നെയാണ്. പൂരം അലങ്കോലമാക്കിയത് സംബന്ധിച്ച് CBI അന്വേഷണം വേണമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് പറഞ്ഞു. പൂരം പ്രദർശനത്തിലെ തറവാടക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പൂരക്കമ്മിറ്റികളെ ബുദ്ധിമുട്ടിലാക്കിയെന്നും രാജേഷ് പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്ന് VS സുനിൽകുമാർ. പൂരം അലങ്കോലമാക്കിയതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടെങ്കിൽ ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ല. കൃത്യമായ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് സുനിൽകുമാർ ആവർത്തിച്ചു. സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ പ്രതികരിക്കുമെന്നും ഈ വിഷയത്തിൽ തനിക്ക് അനാവശ്യ പഴി കേൾക്കേണ്ടി വന്നതായും സുനിൽകുമാർ പറഞ്ഞു. ഡെങ്കിപ്പനി കേസുകളിൽ വൻ വർധന. ജാഗ്രത വേണമെന്ന് ആരോഗ്യ വിഭാഗം. കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ ജീവന് ഭീഷണിയാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ കൗണ്ട് കുറയുകയും അപകടകരമായ വിധത്തിൽ രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനവും ഡെങ്കിപ്പനി ബാധിച്ചവരിൽ കണ്ടുവരുന്നുണ്ട്. കടുത്ത പനി, തലവേദന, പേശികളിലും സന്ധികളിലും വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളാണ്. പനി ബാധിച്ചവർ സ്വയം ചികിത്സ പാടില്ല. കൊതുകിൽ നിന്ന് പടരുന്ന ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം ഈ വർഷം കൂടുതലാണ്. വന്യജീവി ആക്രമണം മൂലം മരിക്കുന്നവരുടെയും പരിക്കേൽക്കുന്നവരുടെയും എണ്ണമേറുന്നു. വനമേഖലയിൽ മാത്രമല്ല നാട്ടിൻപുറങ്ങളിലും വന്യജീവി ആക്രമണം ഏറുന്നു. അതിരപ്പള്ളി, മുപ്ലി ഉൾപ്പെടെ ജനവാസ മേഖലയിൽ വന്യജീവികൾ കൂട്ടത്തോടെ എത്തുന്ന പ്രവണത ഏറിയിട്ടുണ്ട്. മലയോര മേഖലകളിൽ മാത്രമല്ല നാട്ടിൻപുറങ്ങളിലും വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. വടക്കാഞ്ചേരി, വാഴക്കോട് മേഖലകളിൽ ജനങ്ങളുടെ കാട്ടാന ഭീതി ഇനിയും ഒഴിഞ്ഞിട്ടില്ല. മുളകുന്നത്കാവ്, എരുമപ്പെട്ടി മേഖലകളിൽ കാട്ടുപന്നികൾ റോഡ് മുറിഞ്ഞു കടന്ന് ഇരുചക്ര യാത്രികർക്ക് അപകടം സംഭവിക്കുന്നത് പതിവാണ്.
സംസ്ഥാനത്ത് 5 വർഷത്തിനുള്ളിൽ വന്യജീവി ആക്രമണത്തിൽ 486 പേർ മരിച്ചെന്ന് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. രാജ്യസഭയിൽ വനം കേന്ദ്രമന്ത്രി ഭൂപേഷ് യാദവാണ് കഴിഞ്ഞ ജൂലൈയിൽ കണക്ക് അവതരിപ്പിച്ചത്. ഇതേസമയം കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ഇനിയും ഫലപ്രദമായ മാർഗങ്ങൾ കൈക്കൊള്ളാനായിട്ടില്ല. വാഹനങ്ങളിൽ തീവ്രതയേറിയ ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള അപകടം ഏറുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. പുതുതായി പുറത്തിറങ്ങുന്ന വാഹനങ്ങളിലെല്ലാം തീവ്രതയേറിയ ഹെഡ്ലൈറ്റുകളാണുള്ളത്. അനാവശ്യമായി ഹൈബീം ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരുമുണ്ട്. ഹൈബീം ലൈറ്റുകളുടെ പ്രകാശം മൂലം ഡ്രൈവറുടെ കാഴ്ച മറഞ്ഞുണ്ടാകുന്ന അപകടങ്ങൾ ഏറുന്നതായി പോലീസും സമ്മതിക്കുന്നു. രാത്രിയാത്രകളിൽ വാഹനങ്ങൾ വന്നാൽ ലൈറ്റ് ഡിം ചെയ്യണമെന്ന് പോലീസ് അഭ്യർത്ഥിക്കുന്നു. എന്നാൽ നിയമലംഘനം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശനമായി നടപടിയുണ്ടാകുന്നില്ലെന്നും തീവ്ര വെളിച്ചം മൂലം ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്നവർക്ക് നേരെ പരിശോധന നടത്താതെ അധികൃതർ കണ്ണടയ്ക്കുകയാണെന്നും ആക്ഷേപം ശക്തമാണ്. ചേലൂരിൽ 2 വയസ്സുകാരി കാറിടിച്ച് മരിച്ചു. ചേലൂർ പള്ളിയിൽ രാവിലെയാണ് അപകടം നടന്നത്. ചേലൂർ മണാത്ത ബിനോയുടെയും ജിനിയുടെയും മകൾ ഐറിനാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. ഐറിൻ കുടുംബാംഗങ്ങൾക്കൊപ്പം ചേലൂർ പള്ളിയിൽ കയറുന്നതിനിടെ മുന്നോട്ടെടുത്ത കാറിനടിയിൽപ്പെടുകയായിരുന്നു. ഉടൻ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ ചൂട് അനുഭവപ്പെട്ടു. ശരത്കാല വിഷുവും ആയതിനാൽ സൂര്യനിൽ നിന്നും സൂര്യരശ്മികൾ നേരിട്ട് ഭൂമിയിൽ പതിക്കുന്നതാണ് ചൂട് കൂടാൻ കാരണം. ഇന്നാണ് വിഷുവം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ജില്ലയിൽ. തൃശൂർ കോർപ്പറേഷന്റെ ലൈഫ് പദ്ധതിയിലെ ഭൂമി കൈമാറ്റം നാളെ ഉച്ചയ്ക്ക് 12-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രം 50 കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നൽകുന്ന പദ്ധതിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അഴീക്കോടൻ ദിനാചരണത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം തേക്കിൻകാട് മൈതാനിയിൽ വൈകിട്ട് ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ അതിഥി തൊഴിലാളികളുടെ ഭാര്യയോട് ശുചീകരണ തൊഴിലാളിയുടെ സുഹൃത്ത് അപമര്യാദയായി പെരുമാറിയതായി പരാതി. ഓണാഘോഷത്തിനിടയിൽ അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണം നൽകാനെന്ന പേരിൽ RRF സെന്ററിൽ എത്തിയപ്പോൾ അതിഥി തൊഴിലാളിയുടെ ഭാര്യയോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ശുചീകരണ തൊഴിലാളിയായ സുരേഷിന് നഗരസഭാ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നഗരസഭയുടെ അറിവോടെയല്ലാതെ അതിഥി തൊഴിലാളികളെ RRF സെന്ററിൽ ക്ലീൻ കേരള മിഷൻ അധികൃതർ താമസിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നഗരസഭ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ 2 പേർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജൂഡോ മത്സരത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി സാൻഡ്ര ഐറിന് വെള്ളി മെഡൽ. 40 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിച്ചത്. തൃശൂർ ജൂഡോ അക്കാദമി കോച്ചുകളായ പ്രജീഷ്, പ്രവീൺ എന്നിവരാണ് പരിശീലകർ. എരുമപ്പെട്ടി കുറ്റിക്കാട്ടിൽ റിനോൾഡ് ആതിര ദമ്പതികളുടെ മകളാണ് സാൻഡ്ര. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ ഗ്രൗണ്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല ഒരുക്കി. ആദിത്യ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് അധ്യക്ഷത വഹിച്ചു. ഗ്രൗണ്ട് ആക്ഷൻ കൗൺസിൽ പ്രതിനിധി സതീഷ് കുമാർ, CC സെക്രട്ടറിമാരായ K അജിത് കുമാർ, ഷാഹിദ റഹ്മാൻ, NR സതീശൻ, ബ്ലോക്ക് പ്രസിഡന്റ് ജിജോ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. തെക്കേ കോഞ്ചിറ കോൾപ്പടവിൽ നടീൽ ഉത്സവം നടന്നു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷത വഹിച്ചു. പടവ് പ്രസിഡന്റ് KV ജോസഫ്, സെക്രട്ടറി TA ജോബി, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. 170 ഏക്കർ വരുന്ന പാടശേഖരത്തിൽ 200ഓളം കർഷകരാണ് കൃഷി ഇറക്കുന്നത്. കേന്ദ്രത്തിന്റേതെന്ന് പറയുന്ന പദ്ധതികളിൽ 50% ചെലവും സംസ്ഥാനം വഹിക്കേണ്ട സ്ഥിതിയാണെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയുടെ ബയോർ പാർക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര പദ്ധതികളിൽ 2024 വരെ 90% നൽകിയിരുന്നത് 2014-ൽ 60%ആക്കി കുറച്ചു.
GST വന്നതോടുകൂടി സംസ്ഥാനത്തിന്റെ വരുമാന സ്രോതസ് 80% നഷ്ടപ്പെട്ടു. കേന്ദ്ര പദ്ധതികളിൽ വിഹിതം കുറയ്ക്കുകയും GST ഏർപ്പെടുത്തുകയും ചെയ്തതോടെ സംസ്ഥാനത്തിന് സാമ്പത്തിക ഭാരം കൂടിയതായി മന്ത്രി പറഞ്ഞു. തൊഴിയൂർ സുനേന പനാമ റോഡിൽ മണ്ണാങ്കുളത്താണ് ബയോപാർക്ക് തുറന്നത്. നടപ്പാത, തെരുവിളക്കുകൾ, കൈവരി, സ്റ്റീൽ ബെഞ്ചുകൾ എന്നിവയാണ് പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AM ഷെർഫീർ, ശൈലജ സുധൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ വീണ്ടും കൂടി 40ആയി. ചില പദ്ധതികളുടെ കാര്യത്തിൽ അത് 50-50ആയി. അമൃത് അതിലൊന്നാണ്, സ്മാർട്ട് സിറ്റി 2 അതിലൊന്നാണ്. പകുതി പൈസ കേന്ദ്രം തരും. എത്ര കിട്ടിക്കൊണ്ടിരുന്നതാ പണ്ട്? 2004 വരെ 90% കിട്ടിക്കൊണ്ടിരുന്ന, 2014 വരെ 75% കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് കുറഞ്ഞ് ഇപ്പോൾ 50 വരെയായിട്ട് കുറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതി പ്രകാരം നടപ്പാക്കുന്ന ബയോപാർക്ക് ഉദ്ഘാടനം നിശ്ചയിച്ചത് സ്ഥലം MP-യായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സൗകര്യം പരിഗണിക്കാതെയെന്ന് BJP ആരോപിച്ചു. ഉദ്ഘാടന തീയതിയും സമയവും തങ്ങളുടെ സൗകര്യമനുസരിച്ച് നിശ്ചയിച്ച ശേഷമാണ് നഗരസഭ സുരേഷ് ഗോപിയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതെന്ന് മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് കുറ്റപ്പെടുത്തി. സുരേഷ് ഗോപിയുടെ ജനസ്വാധീനത്തെ ഭയന്നാണ് അദ്ദേഹത്തെ അകറ്റി നിർത്തുന്നതെന്നും അനിൽ ആരോപിച്ചു. വിധിയോട് കൂടിയിട്ടാണ് ഗുരുവായൂർ നഗരസഭ ഇത് നടപ്പിലാക്കുന്നത്. കാരണം കേന്ദ്രമന്ത്രിയുടെ തീയതി ചോദിച്ചുകൊണ്ട് ഇത് ഗുരുവായൂർ നഗരസഭ മുൻകൂട്ടി തയ്യാറാക്കിയതല്ല. എല്ലാ പരിപാടിയും നിശ്ചയിച്ചതിന് ശേഷമാണ് കേന്ദ്രമന്ത്രിയുമായി ഗുരുവായൂർ നഗരസഭ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഗുരുവായൂരിൻ്റെ അല്ലെങ്കിൽ തൃശ്ശൂർ പാർലമെൻറ്റിൻ്റെ MP-യായി വിജയിച്ച ശ്രീ സുരേഷ് ഗോപിയെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഗുരുവായൂർ നഗരസഭയുടെ ഈ നടപടി പ്രതിഷേധാർഹമാണ്. കേന്ദ്രമന്ത്രിയെ അവഗണിച്ചുകൊണ്ട്, കേന്ദ്രമന്ത്രിയെ പങ്കെടുപ്പിക്കാത്ത തരത്തിലുള്ള ഗുരുവായൂർ നഗരസഭയുടെ ഗവൺമെന്റ് ആയുർവേദ ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. സംഘടന സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV സാബു അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ്, ദീപു V ദിവാകർ, ഡോക്ടർ TD ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ആയുഷ് വെൽനസ് ഫാർമസി രംഗത്ത് ആയുഷ് മേഖലയിൽ 1000 കോടി സർക്കാരുകളെ അപേക്ഷിച്ച് ചെലവഴിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ രോഗത്തിന് പ്രാധാന്യം നൽകി NABH അംഗീകാരം 610 ആയുഷ് ഡിസ്പെൻസറി മേഖലയിൽ മാത്രം നിലനിന്നിരുന്ന ഇത്തരം സംവിധാനം സംസ്ഥാനത്ത് 850 ഹെക്ടർ സ്ഥലത്ത് ഔഷധ കൃഷി വ്യാപിപ്പിക്കുന്നതിന് കഴിഞ്ഞത് ആയുർവേദ ഔഷധങ്ങളുടെ ലഭ്യത കുറവിനൊരു പരിധിവരെ പരിഹാരം. ലോക അൽഷിമേഴ്സ് ദിനത്തിന്റെ ഭാഗമായി തൃശൂർ സബ് കളക്ടറേറ്റ് മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സബ് കളക്ടർ അഖിൽ V മേനോൻ ഉദ്ഘാടനം ചെയ്തു. ടെക്നിക്കൽ അസിസ്റ്റന്റ് ബിനി സെബാസ്റ്റ്യൻ സംസാരിച്ചു. വിദ്യാർത്ഥികൾ ബ്രെയിൻ ജിം തെറാപ്പി, ബോധവൽക്കരണ വീഡിയോ പ്രകാശനം, പോസ്റ്റർ പ്രദർശനം എന്നിവയും നടന്നു. വിദ്യാർത്ഥികളോട് കരുതൽ കാണിക്കുന്ന സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ആദരം. വിദ്യാർത്ഥികളെ മാറ്റി നിർത്താതെ ബസ്സിൽ കയറ്റുന്ന ബസ് ജീവനക്കാരെയാണ് കേച്ചേരിയിലെ ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസിയിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് ആദരിച്ചത്. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന ബെൻവിൻ ട്രാവൽസ്, വത്സൻ ട്രാവൽസ് ബസ്സുകളിലെ ജീവനക്കാർക്കും കോളേജ് അധികൃതരും വിദ്യാർത്ഥികളും ചേർന്ന് ഓണക്കോടി കൈമാറി. വെള്ളാറ്റഞ്ഞൂർ പരിശുദ്ധ ഫാത്തിമ മാതാ ദേവാലയം തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് സന്ദർശിച്ചു. ബിഷപ്പിന് ദേവാലയത്തിൽ സ്വീകരണം നൽകി. ഇടവക വികാരി ഫാദർ സൈമൺ തേർമഠം, കൈക്കാരന്മാരായ ജോസ് പറത്തൂർ, റെൻസൺ മുരിങ്ങാത്തേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി അരുവായ് ഭഗവതി ക്ഷേത്രത്തിൽ തൃശൂർ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ബോധിക്ക് ഭിക്ഷയും വെച്ച് നമസ്കാരവും നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി വേണാട് ശിവപ്രസാദ് നമ്പൂതിരി, ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് KG ഗിരീഷ്, സെക്രട്ടറി PK രാധാകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 2025 മാർച്ച് 27 മുതൽ ഏപ്രിൽ 6 വരെയുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിൽ നവീകരണ സഹസ്ര കലശവും പുനഃപ്രതിഷ്ഠയും നടക്കുന്നത്.
അമല മെഡിക്കൽ കോളേജ് റൂറൽ ഹെൽത്ത് കെയറിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വേലൂർ പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി വെൽഫെയർ പ്രോഗ്രാം സംഘടിപ്പിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ആന്റണി മണ്ണുമേൽ അധ്യക്ഷനായി. ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകനും കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനുമായ ഫാദർ ഡേവിസ് ചെർമൽ, കുന്നംകുളം ACP CR സന്തോഷ്, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, പഞ്ചായത്ത് അംഗം PN അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഭവന നിർമ്മാണ സഹായം, ചികിത്സാ സഹായം എന്നിവയുടെ വിതരണം നടന്നു. അവർ പറഞ്ഞത് ഞാൻ 90% അംഗീകരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഡോക്ടർമാരുടെ അടുത്ത് ആരും കള്ളം പറയാറില്ല. കള്ളം പറയുന്നവരെ കണ്ടിട്ടുണ്ട്. അഫ്കോഴ്സ് കള്ളപ്പരാതിക്ക് വേണ്ടി വേറൊരു വ്യക്തിയെ കേസിൽ കൊടുക്കാൻ വേണ്ടി തന്നെ അടിച്ചു ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുന്നവരുണ്ട്. അത് നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഞങ്ങൾ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിക്കൊള്ളാം. പക്ഷെ ഞങ്ങൾ കാണുന്നത് കുറച്ച് സ്ത്രീകൾ ഞങ്ങളുടെ ഭർത്താവ് അടിച്ചു കഴിഞ്ഞാൽ ഡോക്ടറുടെ അടുത്ത് വന്നിട്ട് ഭർത്താവ് അടിച്ചെന്ന് പറയാറില്ല, തെന്നി വീഴുന്നതെന്ന് പറയുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെ ഒരു ഡൗറി ഹറാസ്മെൻറ്റ്, ഡൊമസ്റ്റിക് ഹറാസ്മെൻറ്റുള്ള സ്ത്രീകൾ ഇപ്പോഴും ഡോക്ടർമാരിനോട്. അനീഷ് ടിയയുടെ എൻ നേരം തുഴഞ്ഞ് എന്ന പുസ്തകം തൃശൂരിൽ പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ VG തമ്പി പുസ്തകം പ്രകാശനം ചെയ്തു. യുവ എഴുത്തുകാരി ജിൻഷ ഗംഗ പുസ്തകം ഏറ്റുവാങ്ങി. ED ഡേവിസ്, അനീഷ് ടിയെ, ഡോക്ടർ ഫിൻഡോ റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. അല്ലെങ്കിൽ പാവമാണ് എന്നൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, നിങ്ങളെ മുഖസ്തുതി പറയാണ്, നിങ്ങൾ അടിച്ച് താഴ്ത്താനായിട്ട്, നിങ്ങൾ ഉയർന്നു വരാതിരിക്കാനുള്ള ഒരു ടാഗ് ലൈനായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മൾ വളർന്ന് ചിറകുകളൊക്കെ വിരിച്ച് ഒരു ചിത്രശലഭമായിട്ട് ആകാശത്തിലൂടെ പറന്നു പോവുകയും ചെയ്യും. ഇതൊരു ജീവപ്രകൃതമാണ്. ഓണാഘോഷത്തിന്റെ ഭാഗമായി കൊടകര കണ്ടംകുളങ്ങര തെക്കുമുറി സമുദായത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതകളുടെ ഓണം കളി മത്സരം സംഘടിപ്പിച്ചു. ശബരിമല മുൻ മേൽശാന്തി അഴകത്ത് മനക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. മതിലകം ശ്രീ ഭദ്ര കലാവേദി, മതിലകം വിസ്മയ കലാവേദി എന്നീ ടീമുകൾ പങ്കെടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ ഷിനി ജേസൺ, റെക്സ് എന്നിവർ ട്രോഫികൾ സമ്മാനിച്ചു. വേണം തോരണങ്ങൾ അടിമുടിയിൽ ഈ ഭുവനിൽ. ഇന്നത്തെ സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6960 രൂപ, പവന് 55,680 രൂപ, വെള്ളി ഗ്രാമിന് 96 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3323 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾ തള്ളി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പൂരം കലക്കാൻ ഗൂഢാലോചന നടന്നതായി ആക്ഷേപം. സംഭവത്തിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യം. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. പൂരം അലങ്കോലമാക്കിയതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് സുനിൽകുമാർ. ഡെങ്കിപ്പനി കേസുകളിൽ വൻ വർധന. സ്വയം ചികിത്സ പാടില്ല, ജാഗ്രത വേണമെന്ന് ആരോഗ്യ വിഭാഗം. ജനവാസ മേഖലകളിൽ വന്യജീവി ശല്യമേറുന്നു. കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ഫലപ്രദമായ മാർഗങ്ങളില്ല. വാഹനങ്ങളിൽ തീവ്രതയേറിയ ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള അപകടമേറുന്നു. നടപടിയെടുക്കാതെ അധികൃതർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.